ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സൈലർ ലേണിംഗ്. മക്കളെ, നമ്മുടെ മലയാളം പരീക്ഷ എത്തിപ്പോയില്ലേ? അടിപൊളിയായിട്ട് എല്ലാം പഠിച്ച് സെറ്റായിട്ടല്ലേ മിസ്സിന്റെ മക്കളുള്ളത്. അപ്പൊ ഇന്ന് രണ്ട് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നമുക്ക് നോക്കിയാലോ? റെഡിയല്ലേ? അപ്പം ഇത് നമുക്ക് സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആട്ടോ. അപ്പൊ നമുക്ക് ആദ്യത്തെ ചോദ്യം എന്താണ്? ഒന്ന് നോക്കിക്കേ. അഭിമുഖ ചോദ്യാവലി തയ്യാറാക്കാം. അഭിമുഖം, നമ്മുടെ ഇന്റർവ്യൂ, ഒരുപാട് ഇന്റർവ്യൂകൾ എൻ്റെ മക്കൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? കേട്ടിട്ടില്ലെങ്കിൽ അത്തരത്തിലൊരു ഇന്റർവ്യൂ നമ്മൾ തയ്യാറാക്കാൻ പോവാണ്. അഭിമുഖ ചോദ്യാവലി എന്നാണ്. അതായത് ഇന്റർവ്യൂ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ അഭിമുഖം എന്ന് പറയുമ്പോൾ രണ്ട് വ്യക്തികൾ അവിടെ ഉണ്ടായിരിക്കും അല്ലേ? അല്ലെങ്കിൽ രണ്ടിൽ കൂടുതൽ വ്യക്തികൾ ഉണ്ടാവും. ആങ്കർ ചെയ്യാൻ വേണ്ടിയിട്ട് അവതാരകയായിട്ടോ അല്ലെങ്കിൽ അവതാരകനായിട്ട് ഒരു വ്യക്തിയായിരിക്കും ഉണ്ടാവുക. ഒന്നിലധികം വ്യക്തികളോ അവരെന്ത് ചെയ്യും? അഭിമുഖം നടത്തും. അപ്പം പല ചോദ്യങ്ങൾ ചോദിക്കുന്നത് എൻ്റെ മക്കൾ കേട്ടിട്ടില്ലേ ഇന്റർവ്യൂ നടത്തുന്ന ആളുകളെ? അപ്പം നമുക്ക് അത്തരത്തിലുള്ള കുറച്ച് ചോദ്യങ്ങൾ ഉണ്ടാക്കി നോക്കാം. അപ്പൊ ഇവിടെ കുറച്ച് പത്രവാർത്തകൾ കാണുന്നുണ്ട്. എന്തൊക്കെ പത്രവാർത്തകളാ? മെഡൽ അച്ഛന് ഇനി പാരീസ്. വെള്ളി മെഡൽ അച്ഛനും പരിശീലകനുമായ എസ് മുരളിക്ക് സമർപ്പിക്കുന്നതായി എം ശ്രീശങ്കർ പറഞ്ഞു. എൻ്റെ ഉയർച്ചയിലും താഴ്ചയിലും എല്ലാ പിന്തുണയും നൽകിയ കുടുംബത്തോടും കൂട്ടുകാരോടും ഞാൻ കടപ്പെട്ടിരിക്കുന്നു. സ്വർണം പ്രതീക്ഷിച്ചിരുന്നു, പക്ഷെ വെള്ളിയിൽ തൃപ്തനാണ്. പ്രതിസന്ധി ഘട്ടത്തിൽ നല്ല പിന്തുണ ലഭിച്ചു. ഇതൊരു പത്രവാർത്തയാണ്. അടുത്തതോ, മെഡൽ നേട്ടം. സ്വർണം പ്രതീക്ഷിച്ചിരുന്നു, പക്ഷെ വെള്ളിയിൽ തൃപ്തനാണ്. പ്രതിസന്ധി ഘട്ടത്തിൽ നല്ല പിന്തുണ ലഭിച്ചു. അപ്പൊ ഇത് നമ്മുടെ മൂന്നാമത്തെ ഒരു പത്ര കട്ടിങ്സ് ആണ്. 1, 2, രണ്ടാമത്തെയാണ്. ഇനി മൂന്നാമത്തെ, ഭാവി പ്രതീക്ഷ. ഈ മെഡൽ ഒരു തുടക്കമായിട്ടാണ് കാണുന്നത്. ഇനിയും മുന്നോട്ട് പോകാനുണ്ട്. അടുത്ത വർഷം ഏഷ്യൻ ഗെയിംസിനും ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പും ഉണ്ട്. അപ്പൊ മക്കളെ, ഇതേപോലുള്ള പത്രവാർത്തകൾ കൊടുത്തിട്ട് എൻ്റെ കുഞ്ഞുങ്ങളോട് എന്തു പറയും? അഭിമുഖ ചോദ്യാവലി തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ചോദ്യം നോക്കിയേ. കോമൺവെൽത്ത് ഗെയിംസിൽ ലോങ് ജമ്പിൽ 8.08 മീറ്റർ ദൂരം ചാടി വെള്ളി മെഡൽ നേടിയ മലയാളിയായ ശ്രീശങ്കറിനെ അറിയാമല്ലോ. അദ്ദേഹം 8 മീറ്ററിൽ കൂടുതൽ ദൂരം ചാടിയിട്ടാലേ വെള്ളി മെഡൽ നേടിയെടുത്തത്. നിങ്ങളുടെ വിദ്യാലയത്തിലെ കായിക മത്സരം ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിട്ടുണ്ട് ആര്? നമ്മുടെ ശ്രീശങ്കർ. അപ്പൊ അദ്ദേഹത്തോട് എന്താണ് ഒരു അഭിമുഖം ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എന്താണ് ഒരു അവസരം ലഭിച്ചു എന്ന് കരുതുക. അവസരം ലഭിച്ചു കഴിഞ്ഞേ അദ്ദേഹത്തോട് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ തയ്യാറാക്കാനാണ് പറയുന്നത്. അപ്പൊ ഇവിടെ പരമാവധി 7 ചോദ്യങ്ങൾ പറയുന്നുണ്ട്. എത്ര ചോദ്യങ്ങളാണോ മക്കൾക്ക് കൊടുത്തിട്ടുള്ളത് അത്രയും ചോദ്യങ്ങൾ തന്നെ എന്ത് ചെയ്യണം? എൻ്റെ മക്കൾ അറ്റൻഡ് ചെയ്യണം. അത്രയും ചോദ്യങ്ങൾ തന്നെ പറയണം. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ? മാർക്ക് കിട്ടുകയുള്ളൂ. അപ്പൊ എന്തൊക്കെ ചോദ്യങ്ങൾ നമുക്ക് അവിടെ ചോദിക്കാം? അദ്ദേഹത്തിനോട് ചോദിക്കാല്ലേ, ഏത് വയസ്സിലാണ് താങ്കൾ ഈ രംഗത്തേക്ക് എത്തുന്നത് എന്നുള്ളത്. അതിപ്പം നമുക്ക് ഇപ്പൊ ശ്രീശങ്കറിനെ കുറിച്ചുള്ള ഒരു കോണ്ടസ്റ്റ് ആണ്. ആ ഒരു ഭാഗമാണ് നമുക്കിവിടെ അഭിമുഖത്തിന്റെ ചോദ്യാവലി തയ്യാറാക്കാൻ തന്നത്. അതിപ്പോ വേറെ ഏതെങ്കിലും ഒരു വ്യക്തിയാണെന്ന് വിചാരിച്ചോ? സച്ചിൻ ടെണ്ടുൽക്കർ ആണെന്ന് വിചാരിച്ചോ? അല്ലെങ്കിൽ മോഹൻലാൽ ആണെന്ന് വിചാരിച്ചോ? അപ്പോൾ നമുക്ക് ഈ ചോദ്യം തന്നെ ചോദിക്കാം. ഏതു വയസ്സിലാണ് താങ്കൾ ഈ രംഗത്തേക്ക് എത്തുന്നത്? ചോദിക്കലേ. ഒരു സിനിമാ നടനോടോ അല്ലെങ്കിൽ സിനിമാ നടിയോടോ ചോദിക്കാൻ പറ്റിയ ചോദ്യം തന്നെയാണിത്. അപ്പൊ അത് ഏത് തരത്തിൽ അഭിമുഖങ്ങൾ വന്നാലും, അഭിമുഖ ചോദ്യാവലി തയ്യാറാക്കാൻ വന്നാലും എൻ്റെ മക്കൾക്ക് എന്ത് ചെയ്യാം? അത് അവിടെ കൊടുക്കാൻ പറ്റും. രണ്ടാമത്തെ ചോദ്യം നമുക്ക് നോക്കിയാലോ. ആരായിരുന്നു താങ്കളുടെ പ്രചോദനം? ഇത് ഏതൊരു ചോദ്യം വന്നാലും എൻ്റെ മക്കൾക്ക് കൊടുത്തൂടെ? ഏതൊരു അഭിമുഖ ചോദ്യാവലി തയ്യാറാക്കാനും വന്നാൽ എൻ്റെ മക്കൾക്ക് ഇത് ഉൾപ്പെടുത്താൻ പറ്റും. അടുത്ത ചോദ്യാവലിയിലേക്ക് പോയാലോ. സ്വർണ്ണ മെഡൽ നേടാതെ പോയതിൽ ദുഃഖമുണ്ടോ? അത് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു കോണ്ടസ്റ്റിൽ മാത്രമേ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുള്ളൂ അല്ലേ? അദ്ദേഹത്തിന് വെള്ളി മെഡലാണ് ലഭിച്ചതെന്ന് പറഞ്ഞു. അപ്പൊ സ്വർണ്ണ മെഡൽ നേടാതെ പോയതിൽ ദുഃഖമുണ്ടോ എന്ന് അദ്ദേഹത്തിനോട് ചോദിക്കാം. അപ്പൊ നമുക്കൊരു സിനിമ ആക്ടേഴ്സ് വരുന്ന സമയത്ത് നമുക്ക് അവരോട് ചോദിക്കാം, നാഷണൽ അവാർഡ് കിട്ടാതെ പോയതിൽ താങ്കൾക്ക് വിഷമമുണ്ടോ? ഒബ്വിയസ്ലി അവർക്ക് വിഷമം ഉണ്ടായിരിക്കും അല്ലേ? അപ്പൊ വിഷമമുണ്ടോ ഒക്കെ നമുക്ക് ചോദിക്കാം അല്ലേ? അദ്ദേഹം ഒരു സംസ്ഥാന അവാർഡ് ജേതാവായിരുന്നു. നാഷണൽ അവാർഡിൽ നോമിനേഷനിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് കിട്ടാതെ പോയത്, അപ്പൊ നോമിനേഷനിൽ വന്നൊരു വ്യക്തിയാകുന്ന സമയത്ത് ആ വ്യക്തിക്ക് അത് കിട്ടാതെ പോയതിൽ സങ്കടമുണ്ടോ എന്നുള്ള ചോദ്യം നമുക്ക് അവിടെ ചോദിക്കാം. അത് സിനിമാ നടൻ അല്ലെങ്കിൽ സിനിമാ നടിയിലേക്ക് വരുന്ന സമയത്ത് അത്തരത്തിലൊരു ചോദ്യം വരുമ്പോൾ ഈ സ്വർണ്ണ മെഡലിന് പകരം നമുക്ക് അവിടെ ചോദിക്കാം നാഷണൽ അവാർഡ്, സംസ്ഥാന അവാർഡ്, അങ്ങനെയൊക്കെ നമുക്ക് അവിടെ ചോദിക്കാം.
അടുത്ത ചോദ്യം എന്താണ്? ഇനി എന്താണ് ഭാവി പരിപാടികൾ? അത് എല്ലാത്തിലും അതേപോലെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും, എല്ലാത്തിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയതാണ്. എന്താണ് ഭാവി പരിപാടികൾ എന്ന് ചോദിക്കാം. അടുത്തതോ മക്കളെ, തുടക്കം മുതൽ അങ്ങയുടെ കോച്ച് ആരായിരുന്നു? ഇത് നമുക്ക് ആരോട്? നമ്മുടെ ശ്രീശങ്കറിനോ അദ്ദേഹത്തിനോട് ചോദിക്കാൻ പറ്റിയൊരു ചോദ്യമാണ്. തുടക്കം മുതൽ ആരായിരുന്നു അങ്ങയുടെ കോച്ച് എന്നുള്ളത്. അത് ഒരു സിനിമാ നടനോടോ സിനിമാ നടിയോ ആണ് നമ്മൾ അവരായിട്ടാണ് നമ്മൾ അഭിമുഖം നടത്തുന്നതെങ്കിൽ അവരോട് നമുക്ക് ചോദിക്കുന്ന എന്തായിട്ട് നമുക്ക് മാറ്റാം ആ ഒരു ചോദ്യാവലിയിൽ. തുടക്കം മുതൽ അങ്ങ് ആരുടെ ശിക്ഷണത്തിലാണ് വന്നത് എന്ന് ചോദിക്കാം. ഇത് കോച്ചാണെങ്കിൽ നമ്മൾ അദ്ദേഹത്തിനോട് ചോദിക്കാം, ഒരു വ്യക്തിയോട് ചോദിക്കാം, അതങ്ങളെ ആരായിരുന്നു, ആരുടെ ഒരു ശിക്ഷണത്തിലാണ് അദ്ദേഹം വന്നത്, ആരായിരുന്നു അദ്ദേഹത്തിന് സിനിമയിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നത്, ആരായിരുന്നു പരിശീലിപ്പിച്ചിട്ടുണ്ട്, അഭിനയം എന്നുള്ളത് പരിശീലിപ്പിച്ചിട്ടുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ചോദിക്കാം അല്ലേടാ. അടുത്ത ക്വസ്റ്റ്യൻ, സാധാരണക്കാരായ കുട്ടികൾക്ക് ഇത്തരം നേട്ടങ്ങൾ സാധ്യമാണോ? എന്താണ് അഭിപ്രായം? അതെല്ലാത്തിനും നമുക്ക് ചോദിക്കാം. ശ്രീശങ്കറിനോട് നമുക്ക് ചോദിക്കാം. അദ്ദേഹത്തിനെ പോലുള്ള ഒരുപാട് വ്യക്തികൾ നമുക്ക് ഇനിയും നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടാവണം. അപ്പൊ നമുക്ക് ചോദിക്കാം, സാധാരണക്കാരായ കുട്ടികൾക്ക് ഇത് പറ്റുമോ? എന്താണ് താങ്കളുടെ അഭിപ്രായം ചോദിക്കാം. അതൊരു സിനിമ നടൻ അല്ലെങ്കിൽ നടിയിലേക്ക് വരുന്ന സമയത്തും ചോദിക്കാം. മറ്റുള്ള സാധാരണ കുട്ടികൾക്ക് ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് എന്താണ് വരാൻ പറ്റുമോ, ഈ സിനിമ മേഖലയിലേക്ക് വരാൻ പറ്റുമോ, താങ്കളുടെ അഭിപ്രായം എന്താണെന്ന് അവിടെ ചോദിക്കാം. ആ ഒരു രീതിയിൽ നമുക്ക് അവിടെ കാര്യങ്ങൾ ചെയ്യല്ലേ. അടുത്ത ചോദ്യാവലി എന്താ? ഏണാണേ പറഞ്ഞ ലാസ്റ്റാണേ. കായിക രംഗത്തെ ഇന്നത്തെ അവസ്ഥയെ താങ്കൾ എങ്ങനെ നോക്കിക്കാണുന്നു? അത് നമുക്ക് ശ്രീശങ്കറിനോട് മാത്രം ചോദിക്കാൻ പറ്റിയ, അദ്ദേഹത്തോട് മാത്രം ചോദിക്കാൻ പറ്റിയ ഒരു ചോദ്യമാണ്. അല്ലെങ്കിൽ കായിക രംഗത്തുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയുടെ അഭിമുഖമാണ് നമുക്ക് അഭിമുഖ ചോദ്യാവലിയാണ് നമുക്ക് തയ്യാറാക്കേണ്ടതെങ്കിൽ ആ വ്യക്തിയോട് മാത്രം ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് അല്ലേ ഇത്. പക്ഷേ അതൊരു സിനിമയിലേക്ക് വരുന്ന സമയത്ത്, സിനിമാ മേഖലയിലേക്ക് വരുന്ന സമയത്ത് ഒരു നടനോടോ നടിയോടോ നമുക്ക് എങ്ങനെ ചോദിക്കാം? അത് സിനിമാ രംഗത്തെ ഇന്നത്തെ അവസ്ഥയെ താങ്കൾ എങ്ങനെ നോക്കിക്കാണുന്നു എന്ന രീതിയിൽ ചോദിക്കുക അല്ലേ. അപ്പം ഒരു ചോദ്യം, ഇവിടെ ഒരു അഭിമുഖ ചോദ്യാവലി തയ്യാറാക്കാനാണ് മക്കളോട് പറഞ്ഞിട്ടുള്ളത്. ഇത് നമ്മൾ എന്ത് ചെയ്തു? ഏതൊരു അഭിമുഖ ചോദ്യാവലി, അതായത് ഇപ്പോൾ ഒരു കായിക താരത്തിനോടാണ് നമ്മൾ അഭിമുഖം നടത്തിയെങ്കിൽ നമുക്ക് പരീക്ഷയ്ക്ക് ഒരു സിനിമാ നടനോടോ നടിയോടോ ആണ് ചോദിക്കേണ്ടതെങ്കിൽ നമുക്ക് അവിടെയും എങ്ങനെ ചോദ്യാവലി തയ്യാറാക്കേണ്ടതെന്നുള്ളത് നമ്മൾ പഠിച്ചു കഴിഞ്ഞില്ലേ. അപ്പോൾ ചോദ്യാവലിയിൽ എന്ന് പറയുന്ന പ്രവർത്തനത്തിൽ, അഭിമുഖ ചോദ്യാവലി എന്ന് പറയുന്ന പ്രവർത്തനത്തിൽ ഫുള്ള് മാർക്ക് എൻ്റെ മക്കൾ വാങ്ങല്ലടാ. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ. അടുത്തത് മക്കളെ ഒരു ഉപന്യാസം തയ്യാറാക്കാനാണ്. ഉപന്യാസം വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യഭാഗമാണ്. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാ ക്വസ്റ്റ്യൻ. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി. ആരുടെ വാക്കുകളാണിത്? നമ്മുടെ ശ്രീനാരായണ ഗുരുവിന്റെ വാക്കുകളാണല്ലേ. നോക്കിയേടാ, ശ്രീനാരായണ ഗുരുവിന്റെ സന്ദേശങ്ങളാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. മറ്റുള്ളവർക്ക് നന്മ ചെയ്യണമെന്നും എല്ലാവരെയും ഒരുപോലെ കാണണമെന്നുമാണ് അദ്ദേഹം മറ്റെല്ലാവരെയും ഉപദേശിച്ചിട്ടുള്ളത് അല്ലേ. കേരളത്തിൽ കഴിഞ്ഞ പ്രളയകാലത്ത് അത് നാം പരസ്പരം സഹായിച്ചത് കൊണ്ടാണല്ലോ ദുരന്തത്തിന്റെ ഭീകരത ഇത്രയും കുറയ്ക്കാൻ കഴിഞ്ഞത് അല്ലേ. നമുക്ക് 2018 പ്രളയകാലം വന്ന സമയത്ത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ജാതി ഏതാണെന്നും മതം ഏതാണെന്നും നോക്കിയിട്ടല്ല നമ്മൾ സഹായിച്ചത്, പരസ്പരം സഹായിച്ചത് കൊണ്ടാണ് അവിടെ എന്ത് സാധിച്ചത് എന്ന് പറയുന്നത്. ആ ഒരു പ്രശ്നത്തിന്, ആ ദുരന്തത്തിന് നമുക്ക് ഓവർകം ചെയ്യാൻ സാധിച്ചത് അല്ലേ. ഈ അനുഭവത്തിന്റെ കൂടി അടിസ്ഥാനത്തിൽ ഗുരുവിന്റെ സന്ദേശങ്ങൾക്കുള്ള പ്രാധാന്യത്തെ പറ്റി, അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള സന്ദേശങ്ങളുണ്ട്, അതിന് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നാണ് പറയുന്നത്. ആ പ്രാധാന്യത്തെ കുറിച്ച് ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ഉപന്യാസം തയ്യാറാക്കാനാണ്. അപ്പൊ നമുക്കൊരു ഉപന്യാസം തയ്യാറാക്കി നോക്കിയാലോ? റെഡി അല്ലേ മിസ്സിന്റെ മക്കളെ? ഓക്കെ, ഇവിടെ നോക്കിയ മക്കളെ, കേരള നവോത്ഥാന ചരിത്രത്തിലെ ശ്രദ്ധേയനായ തത്വചിന്തകനും സാമൂഹിക പരിഷ്കർത്താവും നവോത്ഥാന നായകനുമാണ് ആര്? നമ്മുടെ ശ്രീനാരായണ ഗുരു അല്ലെ. അയിത്തവും അനാചാരവും ഒക്കെ നിലനിന്നിരുന്ന കാലത്ത് അതിനെതിരെ പോരാടിയിട്ടുണ്ടായിരുന്ന, ശക്തമായി തന്നെ പോരാടിയിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ ശ്രീനാരായണ ഗുരു അല്ലെ. ഇനി ഇവിടെ മക്കളെ നോക്കിക്കുകയും, കേരളത്തിൽ നിലനിന്ന സവർണ മേൽക്കോയ്മ
അതായത് കേരളത്തിൽ ഒരു കാലഘട്ടത്തിൽ എന്താണ്, ഉയർന്ന ജാതിയിലുള്ള ആളുകൾ മാത്രം കേരളം ഭരിച്ചിരുന്ന ഒരു രീതിയായിരുന്നു. അവർ മാത്രമേ കേരളത്തിൽ മതി എന്ന രീതിയായിരുന്നു. തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ, അങ്ങനെ ഒരുപാട് സാമൂഹിക തിന്മകൾ ഉണ്ടായിരുന്ന കാലഘട്ടമായിരുന്നു. അപ്പം ഇതിനൊക്കെ എന്താണ്, ഇതിനെതിരെ അദ്ദേഹം ഫൈറ്റ് ചെയ്തിട്ട് എന്തു ചെയ്തു എന്ന് പറഞ്ഞാൽ കേരളീയ സമൂഹത്തെയാകെ നവോത്ഥാനത്തിലേക്ക് നയിച്ചിട്ടുണ്ടായിരുന്നു. നവോത്ഥാനം എന്ന് പറയുന്നത് എന്താ, റിനൈസൻസ് എന്നാട്ടോ അതിനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയാം. ഒരു പുതിയ ഒരു മാറ്റം, ന്യൂ, ഒരു പുതിയത് എന്നാണ് ഇതിൻ്റെ അർത്ഥം തന്നെ. ഒരു പുതിയ കേരളത്തിലേക്ക് നയിച്ച ഒരു വ്യക്തിയാണ് നമ്മുടെ ശ്രീനാരായണ ഗുരു. ഒരു ജാതി ഒരു മതം എന്ന് പറഞ്ഞതിലൂടെ എന്താണ്, എല്ലാ മതങ്ങളുടെയും ആശയം ഒന്നു തന്നെയാണെന്ന് ജനങ്ങളോട് പറഞ്ഞു അല്ലേ അദ്ദേഹം അല്ലേ. ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന ആദർശം അദ്ദേഹം എത്രത്തോളം ഉയർത്തി കാണിച്ചു. ജാതി സങ്കല്പത്തെക്കുറിച്ച് വളരെ ശാസ്ത്രീയമായ രീതിയിലുള്ള ഒരു കാഴ്ചപ്പാടാണ് നമ്മുടെ ശ്രീനാരായണ ഗുരുവിനുണ്ടായിരുന്നത്. നമുക്ക് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന്, ഏത് ജാതിയായാലും ഏത് മതമായാലും ഏത് ദൈവമായാലും അതിൻ്റെ എല്ലാം ആശയം ഒന്നു തന്നെയാണല്ലേ മക്കളെ. ഇവിടെ നോക്കിക്കേ, ജന്മം കൊണ്ട് ജാതി നിശ്ചയിക്കുന്ന രീതി അദ്ദേഹം അംഗീകരിച്ചിരിക്കുന്നില്ല. ഒരു വ്യക്തി ഒരു ജാതിയിൽ, ഒരു അച്ഛനും അമ്മയും ഇന്ന ജാതിയിൽ പെട്ടു, അതിൽ ജനിക്കുന്നതിലൂടെ ഒരു വ്യക്തി ആ ഒരു ജാതിയിൽ അറിയപ്പെടുക എന്നത് അദ്ദേഹം അംഗീകരിക്കാത്ത കാര്യമായിരുന്നു. ഒരു മനുഷ്യന് ഒരിക്കലും വിലയിരുത്തേണ്ടത് അവൻ ഏത് ജാതിയിൽ ജനിച്ചു, എവിടെ ജന്മം കൊണ്ടു എന്നതല്ല, ആ വ്യക്തിയുടെ കർമ്മം കൊണ്ടാണ്. അവൻ്റെ കർമ്മം എങ്ങനെയാണോ അത് വെച്ചിട്ടാണ് ഒരു വ്യക്തിയെ നാം വിലയിരുത്തേണ്ടതെന്ന് ആര് പറഞ്ഞു എടാ, നമ്മുടെ ശ്രീനാരായണ ഗുരു പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഇവിടെ നോക്കിക്കേ എൻ്റെ മക്കളെ, മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതിലേ. അദ്ദേഹം ലോകത്തോട് വിളിച്ചു പറഞ്ഞതാണ്, ഏത് മതമായാലും ഏത് ജാതിയായാലും ഒരു കുഴപ്പമില്ല, മനുഷ്യൻ നന്നായാൽ മതിലേ. അപ്പം മതത്തിൻ്റെ പേരിൽ ഒരുപാട് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലുകയും തർക്കമുണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം എല്ലാ മതങ്ങളുടെയും സാരം ഒന്നു തന്നെയാണ്, എല്ലാ മതം കൊണ്ടും ഉദ്ദേശിക്കുന്നത് ഒന്നു തന്നെയാണ്, മനുഷ്യൻ നന്നാവുക. അത് ലോകത്തോട് വിളിച്ചു പറഞ്ഞ വ്യക്തിയായിരുന്നു ആര്, നമ്മുടെ ശ്രീനാരായണ ഗുരു അല്ലേ. സ്നേഹമായിരിക്കണം നമ്മെ നയിക്കേണ്ട ശക്തി എന്ന് അദ്ദേഹം പറഞ്ഞു. വിദ്യ കൊണ്ടാണ് നമ്മൾ പ്രബുദ്ധരാവേണ്ടത് അല്ലേ. അദ്ദേഹം പറയാണ് മക്കളെ, നമ്മൾ എന്ത് ചെയ്യണം, വിദ്യാഭ്യാസം എല്ലാവർക്കും അല്ലേ, വിദ്യാഭ്യാസം ലഭ്യമാകണം, വിദ്യ കൊണ്ടാണ് നമ്മൾ പ്രബുദ്ധരാകേണ്ടതെന്ന് പറഞ്ഞു അല്ലേ. മനുഷ്യരെല്ലാം പരസ്പരം എന്താ, സഹോദരന്മാരെ പോലെ കാണണം, സ്വന്തം സുഖം മാത്രം നോക്കാതെ മറ്റുള്ളവരുടെ കൂടെ ജാതി മത വ്യത്യാസമില്ലാതെ സഹായിക്കാൻ നമുക്ക് കഴിയണം. അതായിരുന്നു അദ്ദേഹം നമ്മളെ എന്തു ചെയ്തത്, ഉപദേശിച്ചിരുന്നതല്ലേ. അപ്പം നമുക്ക് എന്ത് ചെയ്യണം എന്നാ പറയുന്നത്, ജാതി മത വർഗ വ്യത്യാസങ്ങൾക്ക് അതീതമായിട്ട് മനുഷ്യരെ സ്നേഹിക്കാനും സഹായിക്കാനുമുള്ള ഒരു മനോഭാവം നമുക്ക് ഉണ്ടാകണമെന്ന് അദ്ദേഹം എന്തു ചെയ്തു, ലോകത്തോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്ന വ്യക്തിയാണ് നമ്മുടെ നവോത്ഥാന നായകനായ ശ്രീനാരായണ ഗുരുവെന്ന് പറയുന്നത്. നോക്കിക്കേ, അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരനു സുഖത്തിനായി വരേണം എന്ന ഗുരുവചനം കേരളീയർ ഉൾക്കൊണ്ടിട്ടുണ്ടെന്ന് എന്നു നമുക്ക് കാണാം അല്ലേ. സുനാമി വന്നു, നമുക്ക് 2004 നിപ്പ നമ്മളെ അടുത്തേക്ക് വന്നു, പ്രളയം, കൊറോണ നമ്മുടെ കോവിഡ് അല്ലേ. ഇതെല്ലാം ഒരുപാട് വെല്ലുവിളികൾ നമുക്കിടയിൽ സൃഷ്ടിച്ചെങ്കിലും നമ്മളെല്ലാവരും ഒത്തൊരുമിച്ച് മുന്നോട്ട് പോയപ്പോൾ എല്ലാത്തിനെയും നമുക്ക് നേരിടാൻ കഴിഞ്ഞിട്ടില്ലേടാ. പ്രളയം വന്ന സമയത്ത് ഇന്ന ജാതിയിൽപ്പെട്ട ആളുകളാണോ ഇന്ന മതത്തിൽപ്പെട്ട ആളുകളാണോ നോക്കിയിട്ടാണോ നമ്മൾ അവരെ ബോട്ടും കൊണ്ടുപോയിട്ട് സഹായിക്കാൻ നിന്നത്. ഒരു ബോട്ടൊന്നും ഇല്ലാത്ത സമയത്ത് 2-3 പലക കഷ്ണം കൂട്ടിയിട്ട് വഞ്ചി പോലെ സെറ്റ് ചെയ്ത്, ചങ്ങാട്ടം പോലെ, ചങ്ങാത്തം എന്നൊക്കെ പറയും, ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അതും വെച്ച് എന്ത് ചെയ്തു, പല ആളുകളെയും നമ്മൾ രക്ഷിക്കാൻ പോയില്ലേ. അപ്പൊ അവരോട് ചോദിച്ചോ, ഏത് ജാതിയാ, ഏത് മതാ, ഏത് ദൈവത്തിനെ വിശ്വസിക്കുന്നേ, അങ്ങനെ എന്തെങ്കിലും ചോദിച്ചോ നമ്മള്? ഇല്ലല്ലേ. കൊറോണ വന്ന സമയത്ത് ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് ഡോക്ടർ പറഞ്ഞോ, ഞാന് ഇന്ന മതത്തിൽ പെട്ട വ്യക്തിയാണ്, എനിക്ക് ആ മതത്തിലുള്ള ആളുകളെ മാത്രമേ നോക്കാൻ പറ്റുള്ളൂ എന്ന് അവര് പറഞ്ഞോ? ഇല്ലല്ലോ അല്ലേ. അതേപോലെ സുനാമി വന്നപ്പോഴും നിപ്പ വന്നപ്പോഴും നമ്മളെല്ലാവരും എന്താ, ജാതി മത വർഗ
സുഖത്തിന് അതീതമായിട്ട് നമ്മൾ ഒത്തൊരുമിച്ച് എന്ത് ചെയ്തു? പോരാടിയല്ലേ? സ്വന്തം സുഖം മാത്രം നോക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗങ്ങൾ ചെയ്യുന്ന ഒരു സമൂഹം ഇവിടെ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേ? നമുക്ക് എല്ലാവർക്കും അത് പ്രാർത്ഥിക്കാം. നമ്മൾ എപ്പോഴും നമ്മുടെ സുഖങ്ങൾ മാത്രമാവരുത് നോക്കേണ്ടത്. അതാ മക്കളെ, അതാ വേടൊന്ന് ശ്രദ്ധിക്കുക. മിസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തു തരാം. എന്താ ഇവിടെ പറയുന്നത്? അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരനു സുഖത്തിനായി വരേണം. നമ്മള് സ്വന്തം ദുഃഖം നോക്കി പോവാതെ മറ്റുള്ളവർക്ക് ഒരു സങ്കടം വരുന്ന സമയത്ത് അവരെ നമ്മൾ സഹായിക്കുക അല്ലേ? മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗങ്ങൾ ചെയ്യുന്ന ഒരു സമൂഹം ഇവിടെ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. അപ്പം എൻ്റെ മക്കളെല്ലാവരും അടിപൊളിയായിട്ടിരിക്കുക, സന്തോഷത്തോടിരിക്കുക, നല്ല രീതിയിൽ പഠിക്കുക. മലയാളം നമുക്ക് സെറ്റാക്കണം. മിസ് ഉണ്ടാവും കൂടെ. ഇന്ന് മുതലുള്ള മിനി മാരത്തോൺ, മെഗാ മാരത്തോൺ, മോർണിംഗ് ബൂസ്റ്ററൊക്കെ എൻ്റെ കുഞ്ഞുങ്ങൾ വരിക. നിങ്ങൾ മാത്രമല്ല, ഇവിടെ നമ്മൾ പറഞ്ഞതുപോലെ എൻ്റെ കുഞ്ഞുങ്ങൾ മാത്രമല്ല പഠിക്കേണ്ടത്, മക്കളെ ഫ്രണ്ട്സിനും കൂടെ, അവർക്കും കൂടെ എന്താണ് കാര്യങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം അല്ലേ? അവർക്കും കൂടെ നമ്മൾ സഹായിക്കണം. അത് തന്നെയാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർക്ക് കൂടെ ക്ലാസ്സുകൾ ഷെയർ ചെയ്ത് കൊടുക്കുക, അവരോട് കൂടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ പറയുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് അഭിമുഖ ചോദ്യാവലി എങ്ങനെ തയ്യാറാക്കണമെന്നും പഠിച്ചു, ഉപന്യാസവും പഠിച്ചു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു സെക്ഷൻ മിസ് വൈൻഡപ്പ് ചെയ്യാണ്. ഇതേപോലുള്ള സെക്ഷനായിട്ട് അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ് us dears.